വേദിയിലിരിക്കുന്ന KNMന്റെ ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബഷീർ സാഹിബ്, ISMന്റെ സംസ്ഥാന സെക്രട്ടറി ബരിയർ അസ്ലം, മറ്റു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രഭാഷണത്തിനിടയിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ യോഗം സമ്പന്നമാകുന്നത്, അല്ലേ? അപ്പൊ അതിലൂടെ ഒരുപാട് ആശയങ്ങൾ വെറുതെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ലാസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ സംഘടന കൊണ്ട് എന്തെല്ലാം നേടിയെടുക്കാം, ആ ഒറ്റ നിൽപ്പുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാന് കുറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് സംസാരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വെളിച്ചം എന്താണ് എന്നുള്ളത് ഞാൻ ആദ്യം ഇന്ന് പറയാം. ബാലവെളിച്ചം പഠിതാക്കളുണ്ട്. ഇല്ല, ബാലവെളിച്ചം പഠിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപോക്കിയാൽ മതി. ബാലവെളിച്ചം പഠിതാക്കൾ, ബാലവെളിച്ചം ഈ പ്രാവശ്യത്തെ ബാലവെളിച്ചം പഠിതാവാണ് അല്ലേ മോനു? അല്ലേ? ഓക്കെ. വേറെ ഉണ്ടാവും? 15 വയസ്സ് വരെയുള്ള ആൾക്കാരൊന്ന് കൈബന്ധിക്ക്. 15 വയസ്സിനുള്ളിൽ ഇവിടെയുള്ള ആളുകളൊന്ന് കൈബന്ധിക്ക്. 1 2 3 4 5 6 15 45 ഇടയിലുള്ള ആൾക്കാരൊന്ന് കൈബന്ധിക്ക്. 90%, 99% ISമാർ ഇന്നേട്ടാവും. അത് ശരി. അപ്പോൾ 45 കഴിഞ്ഞ ആൾക്കാരുണ്ട്, ഒന്ന് കൈബന്ധിക്കുവോ? നമ്മളൊക്കെ അല്ലേ കഴിഞ്ഞില്ലട്ടോ. അതെ, ബഷീർ ഡോക്ടർ ശരിക്ക് വയസ്സ് പറയാൻ. അപ്പോൾ നിങ്ങൾ ഈ സംഗമത്തിലേക്ക് വരുന്നേരം നമ്മളെ ഡേറ്റ് കഴിഞ്ഞു, പരീക്ഷൻ്റെ ഡേറ്റ് കഴിഞ്ഞു, പരീക്ഷ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ വെളിച്ചം പഠിതാക്കളുണ്ടോ? അത് നോക്കട്ടെ. അത് നോക്കണമല്ലോ. വെളിച്ചം പഠിതാക്കൾ വെളിച്ചം പുസ്തകം ഈ പ്രാവശ്യം വാങ്ങി 1 2. ഓക്കെ. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണം. വേണ്ട ആശയെ? ഓക്കെ. നമ്മൾ നാളെ തന്നെ നിങ്ങൾക്ക് പുസ്തകം വിതരണം ചെയ്യും. വെളിച്ചം 15 വയസ്സിന് കൂടുതലുള്ള ആൾക്കാർ, ബാലവെളിച്ചക്കാർ ബാലവെളിച്ചം. എന്നിട്ട് 10 ദിവസം നിങ്ങൾക്ക് സമയം തരും. 10 ദിവസം അതിൻ്റെ ആ ഖുർആൻ നിശ്ചയിക്കപ്പെട്ട സൂറത്തുകൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക, വായിച്ചെടുക്കുക, അതിൻ്റെ ഉത്തരം എഴുതുക. കാസർഗോഡ് ജില്ലക്ക് മാത്രം പ്രത്യേക സമ്മാനം ഉണ്ടാവും. കേരള വിവിധ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് മെഗാ സമ്മാനങ്ങളുണ്ട്, അതിലും നിങ്ങൾ ഉൾപ്പെടും. അതല്ലാതെ കാസർഗോഡ് ജില്ലക്ക് മാത്രമുള്ള സമ്മാനം 1 2 3 സ്ഥാനമുള്ള വയനാട് ജില്ല അങ്ങനെ എടുത്തിട്ടുണ്ട്. അതേപോലെ കാസർഗോഡ് ജില്ലയിൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾ തയ്യാറ് ആണ് എന്ന് പറയുന്ന ആൾക്കാരൊന്ന് കൈബന്ധിക്ക്. നമുക്ക് 10 ദിവസമൊന്നും വേണ്ടട്ടോ. ഒരു 1 മണിക്കൂർ നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ മുന്നിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ഒറ്റൊരു മണിക്കൂർ. വളരെ സിമ്പിളാണ്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ളതാണ്. സംസ്ഥാന സംഗമം നടക്കുമ്പം നമ്മളൊക്കെ അതിൻ്റെ പഠിതാക്കളായി തീരണം. എനിക്കൊരു സങ്കടം ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞപ്പോൾ 2 ആള് ബാല വിളിച്ചു, 3 ആള് വിളിച്ചു ഇവിടെ പഠിതാക്കൾ, ഈ സദസ്സിലുള്ള ആൾക്കാർ. അപ്പം ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് സംസ്ഥാന സംഗമത്തിലേക്ക് പഠിതാക്കളായി തന്നെ നിങ്ങൾ അതിലുണ്ടാവണം. പഠിതാക്കൾ മാത്രമല്ല, അത് നടത്തുന്ന ഏറ്റവും പ്രബലമായ വളണ്ടിയേഴ്സ് ടീം കൂടിയാണ് നിങ്ങൾ. 1 2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നേ. KNMന്റെ സംസ്ഥാന കേരള നദ്വത്തുൽ മുജാഹിദീൻ KNMന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറിയുന്ന ആളുകൾ ഒന്ന് എഴുതിയോ? ഒന്ന് നിങ്ങൾ കടലാസില്ലേ, പെന്നും പേപ്പറും ഇല്ലേ? സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് അറിയുന്ന ആൾക്കാർ ഒന്ന് അവിടെ എഴുതണം. ഒന്ന് വേഗം പെട്ടെന്ന് എഴുതിയാൽ വളരെ അറിയുന്ന ആൾക്കാർ എഴുതിയാൽ മതി. KNMന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് ഇരിയോ?
എഴുതിയോ? ഇത് നിങ്ങൾ അങ്ങോട്ടും കൂടി ചോദിക്കരുതേ, സ്വന്തം. അൽഹംദുലില്ലാ എഴുതിയിട്ടുണ്ട്. TP അബ്ദുള്ള കോയ മദനി അല്ലേ? അത് എഴുതിയ ആൾക്കാരൊന്ന് കൈബന്ധിക്കുമോ? 2, 3, 4 ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി KNMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിന്റെ പേരൊന്ന് എഴുതുമോ? സംസ്ഥാന ജനറൽ സെക്രട്ടറിന്റെ പേര് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ലേ, നോക്കരുത്. ശുക്കൂർ സലേ PP ഉണ്ണിക്കുട്ടി പലവി ഒന്ന് കൈയടിച്ചടാ. ചെറിയ ഓനെ പ്രത്യേകം സെലക്ട് ചെയ്താ കേട്ടോ. അപ്പൊ ഒന്ന് എഴുതിയ ആൾക്കാരൊന്ന് കൈബന്ധിക്കുവോ? ഓക്കെ. ഞാൻ അങ്ങോട്ടൊന്നും നോക്കുന്നില്ല, ഞാൻ കാണുന്നുണ്ട് ആരെല്ലാം കൈബന്ധിക്കുന്നത് കേട്ടോ. ഇനി KNMന്റെ സംസ്ഥാന ട്രഷററുടെ പേര് അറിയുന്ന ആൾക്കാരൊന്ന് കൈബന്ധിക്കും. അല്ല, കൈബന്ധിക്കണ്ട, ഒന്ന് എഴുതിയ അറിയില്ല. ഓക്കെ, ആരുമില്ല. ഇത് അറിയണ്ടോ? ഇത് മോനെ പോവാ എന്നോട്ടെ. ഓക്കെ, വെരി ഗുഡ്. നൂർ മുഹമ്മദ് നൂർ ഷാ. ഒന്ന് കൈയടിച്ചടാ. അപ്പോൾ നിങ്ങൾ വിട്ടു പറഞ്ഞേ, ഞാൻ എൻ്റെ സംസാരത്തിൽ അവസാനം നിങ്ങളോട് വീണ്ടും ചോദിക്കൂ. KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണിക്കുട്ടി മൗലവി, സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ. ഇനി അടുത്ത ചോദ്യം, ISMന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് എഴുതണം വേഗം. ISMന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് എഴുതണം. സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് നമ്മൾ യൂത്ത് വിങ്ങ അല്ലേ? ISM 15-നും 45-നും ഇടയിലുള്ള ആളുകളാണ് നമ്മൾ. ISM സംസ്ഥാന പ്രസിഡന്റിന്റെ പേര് നേരത്തെ 3 ആളെ വിട്ടു വരുതേ. KNMന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ 3 ആളെ വിട്ടു വരുത്. ഇരിയോ? ഇതിലാരാ എഴുതിയേ? ഇന്റെ നോക്കിയല്ലോ. ഇതിനോ? നിങ്ങളോട് ചോദിക്കണ്ടല്ലോ. ഓക്കെ, ആരും എഴുതിയില്ല. നിങ്ങളൊക്കെ വലിയ ആൾക്കാർ എഴുതിയാൽ പറയുന്ന ആൾക്കാരായിരിക്കല്ലോ. ഷെരീഫ് മേലേതിൽ എഴുതിയ ആൾക്കാർ കൈബന്ധിക്ക്. ഷെരീഫ് മേലേതിൽ 1, 2, 3 ആള്, 4 ആള്. ഓക്കെ, 5 ആള്. ഷെരീഫ് മേലേതിൽ ISMന്റെ സംസ്ഥാന പ്രസിഡന്റ്. ഇനി ISMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിന്റെ പേരൊന്ന് എഴുതണോ? സംസ്ഥാന ജനറൽ സെക്രട്ടറി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എഴുതിയോ? ഇവിടുന്ന് പോകുന്നേരോ നിങ്ങൾ KNMന്റെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന ട്രഷറർ, ISMന്റെ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന ട്രഷറർ, ഇവരൊക്കെ നിങ്ങൾ അറിയണോ ആരാന്നുള്ളത്? ഇതില്ലേ? ഇതിയോ? ഓക്കെ, വെരി ഗുഡ്. ബഹുമാനായ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളാണ് ആര്? ഷുക്കൂർ സലാഹി അല്ലേ? ഷുക്കൂർ സലാഹിയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. എഴുതിയ ആൾക്കാരൊന്ന് കൈബന്ധിക്കോ? ഓക്കെ. ഇനി സംസ്ഥാന ട്രഷററുടെ പേര് അറിയുന്ന ആൾക്കാരൊന്ന് കൈബന്ധിക്ക്. ISMന്റെ സംസ്ഥാന ട്രഷറർ. നിങ്ങൾ ഇത് ആരാന്നുള്ളേ എഴുതിയോ? പേരറിയാകോ? അല്ലല്ലേ. ഓക്കെ. KMA അസീസ്.
അതാരാ ആളാരാ? ഓക്കെ ഓക്കെ, ഞാൻ തന്നെയല്ലേ. അപ്പോൾ 3 പേരെ വിട്ടു അല്ലേ? കേരളം സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. ഇനി നിങ്ങൾ ഭൂലോകത്ത് കാസർഗോഡ് ജില്ലയിൽ എവിടെ പോയാലും കേരളമിൻ്റെ പ്രസിഡന്റ് ആരാ എന്ന് ചോദിച്ചാൽ ഈ ക്യാമ്പ് വിടും TP അബ്ദുള്ള കോയമാതിരി, ജനറൽ സെക്രട്ടറി PP കുട്ടി പോലവി, ട്രഷറർ ആരാ നൂൻ മുഹമ്മദ് നൂർ. ഞാൻ കീ പോസ്റ്റിലുള്ള ആൾക്കാരെ മാത്രമായിട്ടോ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാവരും പറഞ്ഞിട്ടില്ലേ. ISMൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാ? ഷെരീഫ് മേലേതിൽ. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരാ? ഷുക്കൂർ സലായി. സംസ്ഥാന ട്രഷറർ ആരാ? KM അസീസ്. MSMൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറിയുന്ന ആളുകൾ കൈബന്ധുക്കും, നിങ്ങൾ പറയണ്ട അല്ലേ. MSMൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വിദ്യാർത്ഥി വിഭാഗം അല്ലേ, അമീൻ അസ്ലായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അറിയുന്ന ആൾക്കാർ സൂഫി ഇമ്രാൻ അല്ലേ. സംസ്ഥാന ട്രഷറർ MSM നവാസ് സലാഹി. MGMൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുഹ്റ മമ്പാട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷമീമ ഇസ്ലാഹിയ. സംസ്ഥാന ട്രഷറർ റാബിയ മുഹമ്മദ്. യെസ്. അപ്പോൾ ഈ 3 വളരെ പ്രധാനപ്പെട്ട സംഘടനയുടെ ഘടകങ്ങളാണിത്. അപ്പോൾ ഇവരുടെ കീ പോസ്റ്റിലുള്ള ആളുകളുടെ പേര് ഇനി ഒരു കാലത്തും നമ്മളോട് വിട്ടുപോകരുത്. എവിടെ ചോദിച്ചാൽ ഇനിയിപ്പോൾ ഒരു കിസ് പ്രോഗ്രാമൊക്കെ നിങ്ങളിപ്പോൾ ഒരു യോഗം കൂടി, യൂണിറ്റിലോ മണ്ഡലത്തിലോ യോഗം കൂടി ഒരു കിസ് പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കുക, അതിൻ്റെ കൂടെ ഉണ്ടാകണം നമ്മുടെ പ്രസ്ഥാനമാണ് കേരളം, നമ്മുടെ പ്രസ്ഥാനമാണ് ISM, നമ്മുടെ പ്രസ്ഥാനമാണ് MGM, നമ്മുടെ പ്രസ്ഥാനമാണ് MSM അല്ലേ? ആണല്ലോ, ആണ്. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ ഷുക്കൂർ സലാഹി അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്. ദഅവത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബാധ്യത, നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ പള്ളിയിലിരുന്ന്, ചില ആളുകൾ പറയാറുണ്ട്, മക്കളെ പള്ളിയിലിരുന്ന് നിസ്കാരമോ അതും ഇതുമൊക്കെ മതി, പള്ളി തന്നെ മാത്രം മതി, സംഘടന ഞങ്ങളതിൽ വിളിക്കണ്ടേ, യോഗോ ഞങ്ങളതിൽ വിളിക്കണ്ടേ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് പള്ളി നിസ്കാരം, വീണ്ടും പള്ളി നിസ്കാരം, അതൊക്കെ പള്ളി നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അതൊന്നും ആരും നിസ്സാരവൽക്കരിക്കണ്ട, അത് വേറെ വിഷയം. അത് മാത്രം മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. സംഘടന എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അലർജിയാണ്. സംഘടന വേണം, അതിലേക്ക് ഞങ്ങളെ വിളിക്കണ്ടേ, യോഗോ അത് നിങ്ങൾ മതി എന്ന് പറയുന്ന ആളുകൾ. നേരത്തെ ഷുക്കൂർ സലാഹി പറഞ്ഞില്ലേ, മക്കയിൽ ആ കബറിടവും 10,000-അടുത്ത് സഹാബികൾ മദീനയിൽ ഉണ്ടായിരുന്നു, ലക്ഷക്കണക്കിന് സഹാബികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം മക്കയിൽ ഒരു റക്കായത്തിന് എത്ര കൂലിയടാ? 1,00,000 പ്രതിഫല, 1,00,000. ആ പ്രതിഫലം ഒഴിവാക്കി. കഴിഞ്ഞ ദിവസം വെളിച്ച സംഘവുമായിട്ട് പോയ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, പിന്നെ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ, നമ്മളെ ബരീരശ്രമുള്ള ജില്ലയിലെ ഒരു പ്രവർത്തകരാണ്. അദ്ദേഹം ആത്മീയമായി വല്ലാതെ കൂടിയിട്ട് അദ്ദേഹം പറയുക, എനിക്ക് നിങ്ങൾ മക്കയിൽ ഒരു ജോലി റെഡി ആയി തരണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ വിചാരിച്ചു ജോലി പിന്നെ നല്ല ഉദ്ദേശത്തോടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിക്കാം, ബന്ധപ്പെട്ട ആളുകളായിട്ട് നമുക്ക് പറയാം, പിന്നെ അതിനനുസരിച്ച് നീങ്ങാന്ന് പറഞ്ഞു. പിന്നെ മുപ്പര് പറയുന്നത്, എനിക്ക് സ്വതന്ത്രമായി മക്ക പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് അവിടെ പോയി നിസ്കരിച്ച് വീണ്ടും അവിടുന്ന് പിന്നെ പള്ളിയിൽ പോവുക, വീണ്ടും നിസ്കരിക്കുക, അങ്ങനെ ജീവിതം കഴിച്ച് കൂട്ടണം. ആരാന്നാ പറയുന്നത്? ഏകദേശം 30 വയസ്സിൻ്റെ അടുത്തുള്ള ഒരു ചെറുപ്പക്കാരനാണ് പറയുന്നത്, 30 വയസ്സിൻ്റെ അടുത്തുള്ള ചെറുപ്പക്കാരന്. അപ്പം ഞാൻ അവനോട് ചോദിച്ച്, മോനെ നീ ഇപ്പം ഇവിടെ നടക്കുന്ന ഒരു ഇലാഫിൻ്റെ പ്രവർത്തനമായിട്ട് വന്ന സമയത്താട്ടോ നീ നടത്തുന്ന പ്രവർത്തനം, ദഅവാപ്രവർത്തനം, നാട്ടിൽ നടത്തുന്ന ദഅവാപ്രവർത്തനം ഉണ്ടല്ലോ, അതിൻ്റെ പ്രതിഫലം നീ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 1,00,000 റക്കായത്ത് കൂലിയുള്ള മക്ക പള്ളിയിൽ നിന്ന് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഒരു റക്കായത്തിൻ്റെ കൂലി മാത്രമുള്ള കേരളത്തിലേക്ക് വന്നു സഹാബികൾ, നബിയുടെ സഹാബികൾ, നബിയെ മനസ്സിലാക്കിയ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ മനസ്സിലാക്കിയ, പ്രവാചകൻ പഠിപ്പിച്ചത് നേരിട്ട് കാട്ട, അള്ളാഹുവിൻ്റെ മാലാക്ക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയ സദസ്സിലിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ
1,00,000 കൂലിയുള്ള ആ സ്ഥലത്തുനിന്ന് നാടുവിടുക. എന്തിനെന്നറിയോ? ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ. സംഘടനാ സംവിധാനത്തിലൂടെ ഇസ്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക. അപ്പോൾ ഞാനിത് പറഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ഞാൻ ISMൻ്റെ പ്രവർത്തനത്തിൽ സജീവമാകുക എന്ന് പറഞ്ഞു. ISMൻ്റെ പ്രവർത്തനത്തിൽ സജീവമാകുക എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയുന്നത്. ഈ സംഘടന എന്ന് പറഞ്ഞാൽ വലിയ തകവത്ത, ചെറിയ കാര്യമൊന്നുമല്ല. എറണാകുളത്ത് ഒരു സഹോദരൻ, അദ്ദേഹം പെട്ടെന്ന് ഒരു അസുഖം വന്നു. അമൃത ഹോസ്പിറ്റൽ കുടുംബസമേതം അവിടെ എത്തി. ഒരു 10 ആളുകളുടെ രക്തം വേണം എന്ന് പറയാം. ആ ഹോസ്പിറ്റലിൽ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബം. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ISMൻ്റെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ട്, 10 ആളെ ബ്ലഡ് വേണം, വേറൊരു ഇതില്ല. വളരെ പെട്ടെന്ന് നമ്മൾ അവിടെയുള്ള നമ്മുടെ പ്രദേശത്തുള്ള ISMൻ്റെ ടീമിന് മെസ്സേജ് കൊടുത്തു. നിമിഷങ്ങൾ കൊണ്ട് 10-15 മിനിറ്റുകൾ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ISMൻ്റെ പ്രവർത്തകർ ബ്ലഡ് കൊടുക്കാൻ കയറുക. സംഘടനാ സംവിധാനം. അത് സംഘടനാ സംവിധാനം അല്ലേ? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു മഹാസംഘടനയിൽ അംഗമാകുക, എന്നിട്ട് അവർ ഇറങ്ങിപ്പുറപ്പെടുക. ഓലെ പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങുക, ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഘടന എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് കുറേ മക്കളുടെ, നമ്മളെപ്പോലെ നമ്മൾ വിളിച്ച ആശിം വിളിച്ച, അക്ബർ വിളിച്ച ഒരുപാട് ആളുകൾ ഇന്ന് IPL കാണുന്നുണ്ടാവും. ക്രിക്കറ്റ് അല്ലേ? ക്രിക്കറ്റ് കാണുന്ന ആൾക്കാരൊന്ന് കൈബന്ധിക്കുമോ? ഓക്കെ, നിങ്ങൾ കൈബന്ധിക്കാണ്ട് നിൽക്കണ്ട. കാണുന്നില്ല? ക്രിക്കറ്റ് ഇഷ്ടമല്ല? ഇല്ല. ഓക്കെ. അപ്പോൾ കളി കാണുന്ന നമ്മൾ എതിരല്ല കേട്ടോ, കളി കണ്ടോ. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിളിച്ചപ്പോഴും ഒന്നിരിക്കണം എന്ന് പറഞ്ഞപ്പോഴും, നമുക്കതുമായി ഒന്ന് ഇസ്ലാമിക ദഅവത്തിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴും അല്ലേ, ഈ കളിയോട് ഉള്ള താല്പര്യം, അതല്ലെങ്കിൽ അത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അവർക്ക് ആണോ ലാഭം? നമുക്കാണോ ലാഭം? നമുക്ക്. യെസ്, വെരി ഗുഡ്. 100% പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, 4 മണിക്കൂർ ഓടി ഇങ്ങോട്ട്. ഇനി നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ ഓടും. വേറൊരു TA നിങ്ങളുടെ വക ഉണ്ടോ? ഇല്ല. ട്രാവൽ എലമെൻസ് ഇല്ല. ഞങ്ങൾ ശമ്പളം വാങ്ങുന്നതുകൊണ്ട് ആരോടും TA വാങ്ങാറുമില്ല. അപ്പോൾ ഇത്രയും മണിക്കൂറുകൾ, ഇത്രയും ദൂരം സഞ്ചരിച്ച് വരുമ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു അതൊരു നന്മയായി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മളതിൻ്റെ കൂടെ. നമ്മൾ വരുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം. യാത്രക്കാരുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നല്ലേ? ഇത്രയും ദൂരം എത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ളതാ അള്ളാഹു ഒരു നന്മയായി രേഖപ്പെടുത്തും. ഒരു യാത്രക്കാരായ നമ്മൾ, കുറഞ്ഞ സമയം മാത്രമുള്ള ജീവിതത്തിൽ, കുറഞ്ഞ സമയം മാത്രം അല്ലേ, ആ സമയത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ചെറിയൊരു അവസരമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സംഘടന സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഹാസംഗമം, വെളിച്ചം മഹാസംഗമം നമ്മൾ വെക്കുന്നത്. നിസ്സാരല്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന 10,000 കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതിൻ്റെ കൺവീനർമാരുണ്ട്, ജില്ലാ കൺവീനർമാർ, മണ്ഡലം കൺവീനർമാർ, ശാഖാ കൺവീനർമാർ. അവർ നിരന്തരം ഈ പുസ്തകങ്ങളുമായി, വിശുദ്ധ ഖുർആനിൻ്റെ പതിപ്പുമായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുക. ഓരോരുത്തരുടെയും അടുത്ത് ശാഖാതലത്തിലൊക്കെ ഓരോ വീട്ടിലും കയറി, ഇതാ നിങ്ങളിന്ന് പരീക്ഷ എഴുതണേ എന്ന് പറയുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറമാണ്. നമ്മൾ വിചാരിക്കും ഒരു ഖുർആൻ്റെ പതിപ്പ് എന്ത് കൊടുത്ത്, അത് കൊടുത്തോണ്ട് എന്ത് ഫലം?
എന്ത് റിസൾട്ട്? അതിനെക്കൊണ്ട് എന്ത് കാര്യം? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമൻ ആരുണ്ട്? അല്ലേ? ഉത്തമൻ ആരുണ്ട്? അതിൻ്റെ ഒരു ഭാഗമാകുക ശരിക്കും നമ്മൾ. വയനാട് ജില്ലയിൽ വെള്ളമുണ്ടയിൽ ഒരു വലിയ മഹാപരിപാടി നടന്നു. 16-ാം സംസ്ഥാന സംഗമം. ആ സംസ്ഥാന സംഗമത്തിൽ ഏകദേശം 9,000-ന്റെ അടുത്ത ആളുകൾ പങ്കെടുത്തു. 9,000-ന്റെ അടുത്ത ആളുകൾ. അതിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സജീവരായ ആളുകളുണ്ട്, അനുഭാവികളുണ്ട്, സുന്നി സഹോദരങ്ങളുണ്ട്, മറ്റുള്ള തബ്ലീഗ് വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളുണ്ട്, സഹോദര സമുദായത്തിൽപ്പെട്ട അമുസ്ലിം സഹോദരങ്ങളുണ്ട്. ഇവരൊക്കെ വന്നിട്ടുണ്ട്. അവർ ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്യുക. അള്ളാഹുവിൻ്റെ ഖുർആനെ കുറിച്ച് അവരിങ്ങനെ ചർച്ച ചെയ്യുക. ഒരാൾ പറയും എന്നോട്, ഞാൻ മുജാഹിദ് അല്ലട്ടോ, ഇസ്ലാഹി പ്രസ്ഥാനം അല്ലട്ടോ, നിങ്ങളുടെ സംഘടനയിലൊന്നും ഇല്ലട്ടോ, പക്ഷേ എൻ്റെ നാട് വരെ ഞാൻ അലി ഷാക്കിർ മുണ്ടേരിയുടെ പ്രസംഗം സെർച്ച് ചെയ്യുകയായിരുന്നു. അലി ഷാക്കിർ മുണ്ടേരിയുടെ പ്രസംഗം സെർച്ച് ചെയ്യുകയായിരുന്നു. അത് കേൾക്കുക. എവിടുന്ന് കേട്ടിട്ട്? ഈ സംഗമത്തിൽ കേട്ടിട്ട് ആ ഖുർആനിക ആയത്തിലേക്ക് ഇയാൾ ലയിക്കുകയാണ്, ഹിദായത്ത് കിട്ടുകയാണ്. എന്നിട്ട് ഇപ്പോൾ ആ വ്യക്തി ISMന്റെ പ്രവർത്തനത്തിൽ സജീവമായിട്ട് ഇറങ്ങുക. നമ്മുടെ സംഘടനയുടെ കൂടെ ഈ ഖുർആൻ പഠിതാവായിട്ട്, ഖുർആൻ പ്രചരിപ്പിക്കുന്നവനായി, അതിൻ്റെ കൺവീനറായിട്ട് അദ്ദേഹം മാറുക. അപ്പം ഞാൻ പറയുന്നത് വലിയ ദഅവത്താണ് നമ്മളെടുത്തെടുത്തത്. അപ്പം ആ ദഅവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വലിയൊരു സംഗമമാണ് പലയേടിയം കൺവെൻഷൻ സെൻറ്റർ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്നത്. ഞങ്ങൾ സന്ദർശിച്ചു. ഞാനുണ്ട്, ഷുക്രു സലാഹി, പിന്നെ സൈനുദ്ദീഖ, അക്ബർ, ബരീർ, ഞങ്ങൾ ഇത്രയും ആളുകൾ ഇപ്പം അവിടെ പോയി വരിക. വിശാലമായ ഓഡിറ്റോറിയം, ഏകദേശം ഉൾഭാഗത്തും താഴെ ഭാഗത്തും കൂടി ഒരു ഏകദേശം 6,000-ഓളം ആളുകൾക്ക് ഇരിക്കാം. AC-യിൽ തന്നെ 6,000-ഓളം ആളുകൾക്ക് ഇരിക്കാം. അതിന് പുറമേയും ആളുകളെ സജ്ജീകരിക്കാം. അത്രയും സൗകര്യം, അത്രയും വിശാലമായ സൗകര്യങ്ങൾ ഓഡിറ്റോറിയം, പുതിയ ഓഡിറ്റോറിയമാണ്. അപ്പോൾ അവിടെ ലക്ഷങ്ങൾ, ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ ഭാരവാഹികൾ, കേരളത്തിൻ്റെ ജില്ലാ ഭാരവാഹികൾ ഓരോ നിമിഷവും കഠിനാധ്വാനം ചെയ്യുക, അതിൻ്റെ ഫണ്ടാക്കാനും ആ കാര്യങ്ങൾ ചെയ്യാനും പിന്നെ അതിൻ്റെ പ്രചരണം നടത്താനും ഒക്കെ തന്നെ. അപ്പോൾ അവിടെ ഈ 10,000-ങ്ങൾ വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കേണ്ടതും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതും എല്ലാം നമ്മളാണ്. മാത്രവുമല്ല, കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിൻ്റെ മംഗലാപുരം ഈ ഭാഗത്തുള്ള നമ്മുടെ പ്രവർത്തകരെയും മുഴുവൻ നമ്മൾ ആ സംഗമത്തിൽ പങ്കെടുപ്പിക്കുകയുമാണ്. വയനാട് ജില്ലയിൽ ISM, MSM, KNM, MGM എല്ലാം സജീവമായി രംഗത്തിറങ്ങി. പ്രചരണ പ്രവർത്തനങ്ങൾ, ദഅവാ പ്രവർത്തനങ്ങൾ, QHLS ക്ലാസ്സുകൾ എല്ലാം സജീവമായി. ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെയുള്ള ഒരു മാഷുണ്ട്, അബൂട്ടി മാഷ് എന്ന് പറയും. മുപ്പര് വിളിച്ച് പറയാണ്, വെളിച്ചം സംഗമത്തിന് ശേഷം ഖുർആൻ പഠന ക്ലാസ്സുകളും ഖുർആൻ ചർച്ചകളും ഒക്കെ ആയിട്ട് ജില്ല സജീവമായിട്ടുണ്ട്. ഓരോ ഘടകങ്ങളും സജീവമായി. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാസർഗോഡ് ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട ISMൻ്റെ പ്രവർത്തകരോട്, MSMൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, ഇന്ന് മുതൽ നമ്മൾ വെളിച്ചം പഠിതാക്കളാകുക. അതോടൊപ്പം ഈ സംഗമത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളിലും അതിലേക്ക് ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ, നമ്മുടെ മെസ്സേജുകൾ, നമ്മുടെ യാത്രകൾ എല്ലാം ഇതിനു വേണ്ടി ഒരു കുറഞ്ഞ ദിവസം നമ്മൾ ചെലവഴിക്കുക. മഹാനുഗ്രഹം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന്, മഹാനുഗ്രഹം നമ്മുടെ ഭാഗത്ത് നമുക്ക് വന്നെത്തും. നമ്മുടെ പഠന കാര്യത്തിൽ അതുണ്ടാകും. നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ അള്ളാഹു ആ രൂപത്തിൽ നമുക്ക് ഇത് ഇന്നത് ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെ ഈ രൂപത്തിൽ അനുഗ്രഹം താ എന്നുള്ള രൂപത്തിലല്ല, പടച്ചോ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ അനുഗ്രഹം വരും. ചില സമയങ്ങളിലൊക്കെ ഞാൻ അവസാനിപ്പിക്കാം, നമ്മൾ ISMൻ്റെ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയില്ലേ, സ്ഥാനം ഏറ്റെടുക്കും ബുദ്ധിമുട്ടായ യാത്രയാണ്, പ്രശ്നമാണ്, കാര്യങ്ങളാണ് എന്നൊക്കെ പറയും. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുക, ദഅവാ പ്രവർത്തനത്തിൽ പങ്കെടുക്കുക, സംഘടനയുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക.
ബാക്കിയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയത്ത് അത് മാറ്റി നിർത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക. അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞൊരിക്കും, ഭാര്യയ്ക്ക് സുഖമില്ല, തലവേദന, പ്രയാസ, മക്കൾക്ക് സുഖമില്ല, പക്ഷെ ഇന്ന് ലീവ് എടുക്കാനാണ് ഞാൻ വിചാരിച്ചത്. ലീവ് എടുക്കാൻ, യോഗത്തിന് വരെ ലീവ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. പിന്നെ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഞാൻ ലീവ് എടുത്ത് ഞാനിവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കുറച്ചിരിക്കട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ചർച്ചകൾക്ക് തുടക്കം കുറിക്കട്ടെ. യോഗത്തിനെത്തി വീട്ടിലേക്ക് വിളിക്കുക. വീട്ടിൽ വിളിച്ചൊരു ഭാര്യ പറയുക, സുഖയിൽ എൻ്റെ തലവേദനയൊക്കെ മാറി. എൻ്റെ തലവേദന പ്രയാസം മാറി, മക്കളുടെ പ്രയാസം മാറുക, ഭാര്യയുടെ പ്രയാസം മാറുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അള്ളാഹു ആ കുടുംബത്തിന് പോലും അള്ളാഹു സഹായങ്ങൾ ചൊരിയുക, അനുഗ്രഹങ്ങൾ ചൊരിയുക. അതാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വന്ന് ഈ റിസോർട്ടിലേക്ക് വന്ന ആളുകളുണ്ടല്ലോ, നമ്മളറിയാതെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ വന്നതെങ്കിൽ, നിഷ്കളങ്കപരമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് വന്നേ കൊണ്ടിരിക്കും. MSMൻ്റെ പ്രവർത്തനത്തിൽ ശാഖാ കമ്മിറ്റി കൂടുമ്പോൾ സെക്രട്ടറി ആകണമെന്ന് പറയുമ്പോൾ മാറി നിൽക്കരുത്. എനക്കതിന് പറ്റൂല എന്ന് പറയരുത്, ഏറ്റെടുക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റെടുക്കണം. ISMൻ്റെ ശാഖാ സെക്രട്ടറി ആവണം എന്ന് പറയുമ്പോൾ ഞാൻ അതിന് റെഡിയാണ് എന്ന് നമ്മൾ പറയണം. റെഡിയാണ്, കുറഞ്ഞ സമയം നമ്മൾ അതിന് റെഡിയാണ് എന്ന് പറയണം. നമുക്കൊരു സ്ഥാനമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് സ്ഥാനക്കാരാണ്, ISMൻ്റെ സംസ്ഥാന ട്രഷററിലെ, അതിനെ ഏറ്റെടുക്കാനല്ല മക്കളെ പറയുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു 3 വർഷം ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ്. നിങ്ങളൊരു സെക്രട്ടറി ആകുമോ, നിങ്ങൾ ISMൻ്റെ ഒരു ഭാരവാഹി ആകുമോ, MSMൻ്റെ ഒരു ഭാരവാഹി ആകുമോ എന്ന് നമ്മളോട് ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വേറെ എന്തെല്ലാം ഭൗതിക കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമാണ് നമ്മുടേത്. എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ MSMൻ്റെ ശാഖാ സെക്രട്ടറി പ്രസിഡന്റ്, MSMൻ്റെ അന്ന് മേഖലയാണ്, പയ്യോളി മേഖല എന്ന് പറയും, പയ്യോളി മേഖല സെക്രട്ടറി പ്രസിഡന്റ്, പിന്നെ കോഴിക്കോട് ജില്ല, നോർത്തും സൗത്തും ഇല്ല, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ്, പിന്നെ MSMൻ്റെ സംസ്ഥാന ഭാരവാഹി. പിന്നീട് MSMൻ്റെ പ്രായം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ സമയത്ത് CP സലീമും ഷംസുദ്ദീൻ പാലത്തൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഭാരവാഹികളായിട്ടുണ്ടായിരുന്നത് ഈ ആളുകളായിരുന്നു. ഇപ്പോൾ വേറൊരു ടീമായി പോയി, അത് വേറെ വിഷയം, അതിലേക്ക് നമ്മൾ ഇപ്പം കിടക്കണ്ട. പിന്നീട് ISMൻ്റെ ശാഖാ സെക്രട്ടറി പ്രസിഡന്റ്, മണ്ഡലം സെക്രട്ടറി പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ്, ISMൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ട് ഇപ്പോൾ ഏകദേശം ഞാനൊരു 10-12 വർഷമായി, 3 ഘട്ടങ്ങളിലായിട്ട് സംസ്ഥാന ഭാരവാഹിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, വേറൊരു തെറ്റിലേക്ക് പോവാതെ അല്ലേ, നാടിൻ്റെ ഭയങ്കര അപകടത്തിലേക്കാണ് പോകുന്നത്. ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. ചെറിയ കുട്ടികളെ, ഏകദേശം 12-13 വയസ്സായ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ആ കുട്ടികളുടെ അവസ്ഥ നമുക്കറിയാം, ഞെട്ടിക്കുന്ന. രക്ഷിതാക്കൾക്ക് അവരെ തടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ മാറുക, സംഘടനാ സംവിധാനം കൊണ്ട് നാട്ടിൽ നന്മ ചെയ്യാൻ, കുടുംബത്തിൽ നന്മ ചെയ്യാൻ, ഉമ്മയെ സ്നേഹിക്കാൻ, കുടുംബത്തെ സ്നേഹിക്കാൻ, അല്ലേ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ ഒരു നല്ല മനസ്സുള്ള ഒരു സമൂഹമാക്കി നമ്മളെ മാറ്റുകയാണ് നമ്മുടെ സംഘടന. അതാ ഞാൻ പറയുന്നത്, ഒരു മഹാസൗഭാഗ്യമാണ് ഈ സംഘടനാ സംവിധാനത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിലപ്പം ഭാരവാഹി ആയിട്ടുണ്ടാവൂല, പ്രവർത്തകനായിരിക്കും. ഒരു പ്രവർത്തകനായിട്ട് നമുക്ക് കൂടെ നിൽക്കാം, അല്ലേ, ഒരു മെമ്പറായിട്ട് നിൽക്കാം, ഒരു ഭാരവാഹിയായിട്ട് നിൽക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ നിയ്യത്തുണ്ടാകണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കുറഞ്ഞ സമയം ഞാൻ പ്രവർത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത്. ഒരു ദിവസം ഞങ്ങളിങ്ങനെ സ്കൂൾ വർക്ക് നടത്തുന്ന നാട്ടിൽ സ്കൂൾ വർക്ക് അടുത്ത് ഒരു വീട്ടിൽ കയറി ഉമ്മയോട് പറഞ്ഞു, മോനെ നിങ്ങൾ ഈ MSMൻ്റെ യോഗത്തിലേക്ക് പറഞ്ഞേക്കണം.
MSMന്റെ യോഗത്തിലേക്ക് പറഞ്ഞേക്കണോ? ഇപ്പൊ ഉമ്മ പറഞ്ഞു പെട്ടെന്ന് ഒറ്റടിക്ക് MSMന്റെ യോഗം, പള്ളി മദ്രസ, ഓൻ ഇവിടെ നിസ്കരിക്കലുണ്ട്, വേറെ സംഘടന എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓനെ വിളിക്കേണ്ട ആവശ്യമില്ല, ഓൻ ഒരുപാട് പഠിക്കാനുണ്ട്. സലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ആഴ്ചകൾക്ക് ശേഷം ആ ഉമ്മ വിളിക്കുന്നു. എന്തിനാണെന്നറിയോ? എൻ്റെ മോനെ നിങ്ങൾ കൂട്ടടേന്ന്, MSMന്റെ പ്രവർത്തനത്തിൽ എൻ്റെ മോനെ നിങ്ങൾ കൂട്ടടേന്ന്. എന്താ കാരണം എന്നറിയോ? പ്രിയപ്പെട്ടവരെ, ഈ ചെറിയോൻ കമ്പനി കൂടി മാരകമായ ലഹരി ഉപയോഗിച്ച് വീട്ടിൽ ഉമ്മാക്കും ഉപ്പാക്കും ഉറങ്ങാനാകുന്നില്ല. ഉമ്മാൻ്റെ ചെവിടടക്കി അടിച്ച് ഒരു ദിവസം സ്വന്തം ഉമ്മ നശിച്ചു പോകൂലേ അല്ലേ? ഉമ്മാക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പോലും നമ്മൾ നശിച്ചു പോകും. ആ ഉമ്മാനെ ചെവിടടക്കി അടിച്ച് ചെറിയ മോനെ. എന്നിട്ട് ഉമ്മ വിളിച്ച് പറയാ, മോനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോണേ, നിങ്ങളെ സംഘടന, നിങ്ങൾ MSMന്റെ യോഗയില്ലേ, ഒന്ന് ഓനെ കൊണ്ടുപോണേ എന്ന് വിളിച്ച് പറയാ. ഈ സംഘടനാ സംവിധാനം അത് അവർ നന്മയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോവുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പം ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കാൻ ഒരു കുറഞ്ഞൊരു സമയമെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു കരുത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം, ഒരു ദൃഢനിശ്ചയം ഉണ്ടാവണം. അത്തരം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുമെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകം വിളിക്കുമെന്ന പരലോകത്ത് ഒരു സ്പെഷ്യൽ ഗസ്റ്റുകളായി അല്ലേ? നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിലല്ലേ ഒരുമിച്ച് കൂടിയേ അല്ലേ? അള്ളാഹിൻ്റെ മാർഗത്തിലല്ലേ ഒരുമിച്ച് കൂടിയേ ആണ്. അപ്പോൾ ആ ലക്ഷ്യം മാത്രമല്ല ഈ വരവിന് അല്ലേ? ഓക്കെ, വേറൊരു നിയ്യത്തും നമ്മുടെ ഭാഗത്തില്ല. റബ്ബിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടി, റബ്ബിൻ്റെ മാർഗത്തിൽ സംസാരം. ഈ പ്രസംഗം എൻ്റെ സംസാരം നിങ്ങൾ കേട്ടു, ബരീർ അസ്ലമിൻ്റെ സംസാരം കേട്ടു, ഷുക്കൂർ സലാഹിൻ്റെ സംസാരം കേട്ടു. എല്ലാം കേൾക്കുന്നത് റബ്ബിൻ്റെ പ്രതിഫലം ലഭിക്കണം എന്ന് വിചാരിച്ച് മാത്രം. അത്തരം ആളുകളെ അള്ളാഹു പ്രത്യേകം വിളിക്കുമെന്ന പരലോകത്ത് വെച്ച്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും റബ്ബിനെ, അള്ളാഹുവിൻ്റെ റസൂലിനെ നെഞ്ചോട് ചേർത്ത ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ പൊതിയുമെന്നും ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. പിന്നെ അപ്പോൾ നമ്മൾ